ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് എന്താണ് നീതി ആയോഗ്, അതേപോലെ തന്നെ നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നീതി ആയോഗ് 1st January 2015 ആണ് നിലവിൽ വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട എയിം ആയിട്ട് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ത്രൂ എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ വെൽഫെയർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അതായത് പ്രധാനമായിട്ടും സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ക്രിയേറ്റ് എ വിഷൻ ഫോർ ഇന്ത്യസ് ഡെവലപ്മെന്റ് പ്രയോറിറ്റീസ് ആൻഡ് പ്ലാൻ. അതായത് ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. രണ്ടാമതായി ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതായത് സുസ്ഥിര വികസനവും ഇൻക്ലൂസീവ് ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യുക. ടു പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത്, ഇന്നവേഷൻ, ആന്റർപ്രണർഷിപ്പ് ആൻഡ് ജോബ് ക്രിയേഷൻ. നവീകരണം, സംരംഭകത്വം, തൊഴിലവസരങ്ങൾ എന്നിവയൊക്കെ സൃഷ്ടിക്കുക. അവസാനമായി ടു കൊളാബറേറ്റ് വിത്ത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് കൺട്രീസ് ടു ലിവറേജ് ഗ്ലോബൽ ഡൈവേഴ്സിറ്റീസ് ആൻഡ് റിസോഴ്സസ് ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പ്ലാൻസ്. അതായത് വ്യത്യസ്ത അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്നുകൊണ്ട് പുതിയ പുതിയ പ്ലാനുകൾ തയ്യാറാക്കി നമ്മുടെ ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നീതി ആയോഗിന്റെ ഫംഗ്ഷൻസിൽ വരുന്നത്.